ഗോൾഡ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്പർ ഓഫ് ലോസസ് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പടക്കെന്ന് പറഞ്ഞിട്ട് SL അടിച്ച് പണി കിട്ടും. അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. ഇപ്പം ഈ ഒരു ഇഷ്യൂവിന് മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും ഒരു സൈക്കിള്, മാർക്കറ്റിലൊരു സൈക്കിളുണ്ട്, മാർക്കറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ സൈക്കിള് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ SMC അതുപോലെ തന്നെ ICT അതിലേക്ക് ഈ മാർക്കറ്റ് സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. SMC അതുപോലെ ICT സ്ട്രാറ്റജീസിലൊക്കെ ICTയിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പറയുന്നുണ്ട്. എന്നാലും ഈ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന സൈക്കിളിനെ ഫോളോ ചെയ്യാത്തതാണ് മെയിനായിട്ട് നമുക്ക് SL അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പം നമ്മളെടുക്കുന്ന ഈ ഗോൾഡിൻ്റെ പേര്, ഗോൾഡ് USD വരുന്ന പേര്, ഈ പേരിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യണ്ടോ, ഈ ഗോൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് USD വരുന്നില്ലേ, ഈ USDനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കോറിലേഷൻ വരുന്ന പേരുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ USD അതുപോലെ തന്നെ CAD ഇങ്ങനെയുള്ള പേരുകൾ, അതുപോലെ തന്നെ EUR ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന യൂറോ എടുക്കുന്നുണ്ടെങ്കിൽ യൂറോ, അതുപോലെ തന്നെ USD. ഈ USD കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് യൂറോയിലാണ്. അപ്പോൾ ഈ യൂറോയുടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും ഈ USDക്ക് അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരും. മനസ്സിലായോ? അങ്ങനെയുണ്ട്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് USDക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള കുറച്ച് പേരുകളും മെയിനായിട്ട് ഈ യൂറോ, നമ്മുടെ ഈ ഗോൾഡ് അഥവാ XAUSD പേര് ട്രേഡ് ചെയ്യുമ്പോൾ നോക്കണം. അതുപോലെ തന്നെ വേറെ നെക്സ്റ്റ് വരുന്നതാണ് ഗോൾഡിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന AUD എന്ന് പറയുമ്പോഴത്തേക്ക് ഗോൾഡിൻ്റെ മൈൻസ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ മൈൻ കൺട്രോൾ ചെയ്യുന്ന ഈ AUDയുടെ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഫ്ലക്ച്വേഷൻ ഈ ഗോൾഡിനെ കൂടുതലായിട്ടും ബാധിക്കും. അതിൻ്റെ ഇമ്പാക്റ്റുകൾ, ന്യൂസുകളൊക്കെ കൂടുതലായിട്ടും ബാധിക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഗോൾഡിൻ്റെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വാച്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള പേരുകൾ. ഈ കാണുന്ന ഇത്രയും പേരുകൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ വാച്ച് ചെയ്ത് വെക്കണം. ഈ വാച്ച് ചെയ്ത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഈ വരുന്ന മാർക്കറ്റിലുണ്ടാകുന്ന ഈ പേരുകളുടെ ഈ കറൻസികളുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് എന്നുള്ള ട്രെൻഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഗോൾഡിൽ അത് നോർമലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഈ പേരുകൾ മാത്രമല്ല, ഗോൾഡ് പേരുകളെ മാത്രം വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു ഇതല്ല ട്രേഡ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്. സ്പെഷ്യലായിട്ട് ടൈമിംഗ് ആണ്, മാർക്കറ്റിൻ്റെ ടൈമിങ്. ഈ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സിനും വോളിയത്തിനൊക്കെ ഉള്ളൊരു കാരണമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം സെക്ഷൻസ്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ സെക്ഷൻസിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു, ഞാനതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, സെക്ഷൻസ്. ഓക്കെ, ഇതാണ് സെക്ഷൻസിനകത്ത് മെയിനായിട്ട് വരുന്ന ബാക്കിയുള്ള സബ് സെക്ഷൻസ് ആയിട്ട് സെക്ഷൻസിനകത്ത് മെയിനായിട്ടുണ്ട്. ഏഷ്യ സെക്ഷൻസ് ഉണ്ട്, ഏഷ്യ ഉണ്ട്,
അതേപോലെ തന്നെ ലണ്ടൻ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂയോർക്ക് സെക്ഷൻ. ഇങ്ങനെ വരുന്ന 3 മെയിനായിട്ടുള്ള സെക്ഷൻസ് വരുന്നത്. അല്ലാതെ സിഡ്നി അങ്ങനെയുള്ള സെക്ഷൻസ് വേറെ ഉണ്ട്, നമ്മളിപ്പോൾ അതിവിടെ എടുക്കുന്നില്ല. ഇനി അത് മെയിനായിട്ട് നോക്കേണ്ട ഇത് കണ്ടോ, ഈ സെക്ഷൻസിൽ ഈ 3. ഓക്കെ, ഈ 3 സെക്ഷൻസിലും ഈ ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഗോൾഡിൽ ഈ ലണ്ടൻ എന്ന് പറയുന്ന സെക്ഷനില്ലേ, ലണ്ടൻ സെക്ഷൻ ഭയങ്കര രീതിയിലുള്ളൊരു മാർക്കറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SL അടിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു മാർക്കറ്റാണ് ഈ ലണ്ടൻ മാർക്കറ്റ്. ഓക്കെ, ഈ ലണ്ടൻ മാർക്കറ്റ് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ടൈമിൽ പറയാം, ഇന്ത്യൻ ടൈമിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് നിങ്ങളോട് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്പെട്ടുള്ളൂ. ഞാൻ അതിലുള്ള IST+ ആണല്ലോ ഇന്ത്യൻ ടൈം, ഇത്ര പ്ലസ് വരുമ്പോഴാണല്ലോ ഇന്ത്യൻ ടൈം ബേസിസിലാണ് ഞാനോട് സംസാരിക്കുന്നത്. ഇന്ത്യൻ. ഓക്കെ, ഇന്ത്യൻ ടൈം ബേസിസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് UST മൈനസ് അല്ല UTC. ഓക്കെ, പ്ലസ് ആണ് ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ടൈമാണ് നമ്മളോട് ഇപ്പോൾ ഈ സിനാരിയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഫോളോ ചെയ്യുന്ന കൂടി ഇന്ത്യൻ ടൈം ബേസിസിലാണ്. നമ്മളിപ്പോൾ ഈ ഇന്ത്യൻ ടൈമിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റിൽ ഓക്കെ ഇവിടെ അത് ഹാങ് ചെയ്തേക്കാം. ഓക്കെ, UTC ടൈം ഫ്രെയിമിലുള്ള ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലണ്ടൻ. നമുക്ക് ലണ്ടനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏഷ്യനൊക്കെ എടുക്കാം. ഏഷ്യയൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. ഓക്കെ, അതിപ്പോൾ ലണ്ടൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മോറോവർ പ്രീ ലണ്ടൻ ഉണ്ട്. പ്രീ ലണ്ടൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ മാർക്കറ്റിലുണ്ട്. ഓക്കെ, പ്രീ ലണ്ടൻ സെക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം, അഥവാ ലണ്ടൻ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ലണ്ടൻ്റെ 8 AM ആണ്, 3 AM. ലണ്ടൻ 8 AM വരുന്ന ടൈമാണ്. അതായത് ഇന്ത്യൻ ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 12:30 PM. ഓക്കെ, അതാണ് ലണ്ടൻ്റെ ഓപ്പണിംഗ് ടൈം. ഓക്കെ, ഇതിൻ്റെ മുന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ ടൈം ഫ്രെയിമിൽ ഈ ടൈമിൻ്റെ മുന്നിൽ വരുന്ന ഈ 2 മണിക്കൂർ മുമ്പുള്ള സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10:30 to 12:30. ഓക്കെ, ഈ കാണുന്ന ഈ ടൈം ഫ്രെയിം ഇതാണ് ലണ്ടൻ്റെ പ്രീ ലണ്ടൻ സെക്ഷൻ. ഓക്കെ, പ്രീ ലണ്ടൻ സെക്ഷനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്. ലണ്ടൻ്റെ പീക്കായിട്ടുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടൻ മാർക്കറ്റ് മൂവ്മെൻറ്റ് അഥവാ വോളിയം തരുന്ന ഒരു ടൈം, അത് ഗോൾഡിൻ്റെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു ടൈം സെറ്റപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ 12:30 to 2:30 PM. ഇതാണ് മാർക്കറ്റിൻ്റെ വോളിയം കിട്ടാൻ ചാൻസ് ഉള്ളൊരു
ടൈമാണ്, വോളിയം കിട്ടാൻ ചാൻസ് ഉള്ള ടൈമാണ്, നല്ല വോളിയം മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണ് ഈ കാണുന്ന ഈ ടൈം. ഓക്കെ, ഈ ടൈമാണ് വോളിയം കിട്ടാൻ ചാൻസ് ഉള്ള ടൈം. ഓക്കെ, അതിൻ്റെ മുമ്പുള്ള ഈ പ്രീ ലണ്ടൻ സെക്ഷനിലെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആകാൻ ചാൻസ് കൂടുതലാണ്. ഇതുണ്ടോ, ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആകാൻ ചാൻസ് കൂടുതലാണ്. ലിക്വിഡിറ്റി ഏരിയ ആകാൻ ചാൻസ് കൂടുതലുള്ളൊരു ഏരിയ ആണ് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ലണ്ടൻ കഴിഞ്ഞിട്ടുള്ള ന്യൂയോർക്കിൻ്റെ ടൈം ഉണ്ടല്ലോ, ന്യൂയോർക്ക് ടൈമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അഥവാ ന്യൂയോർക്ക് പ്രീ ന്യൂയോർക്ക് എന്ന് പറയും. അത് ലണ്ടൻ്റെ സെക്ഷനിൽ തന്നെ കയറി വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അത് ലണ്ടൻ്റെ സെക്ഷനിൽ തന്നെ കയറി വരുന്ന ഒരു ഏരിയ ആണ് ഈ പ്രീ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, അതിനെ നമുക്കിവിടെ പ്രീ എൻ വൈ സെക്ഷൻ വരുമല്ലോ. പ്രീ എൻ വൈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3:32 PM. ഇതാണ് മെയിനായിട്ട് ലണ്ടൻ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഓപ്പണിങ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരിതാണ്. ഓക്കെ, ഈ ന്യൂയോർക്ക് പ്രീ ന്യൂയോർക്ക് സെക്ഷൻ ഇതാണ്. ഈ സെക്ഷൻ അത് മെയിനായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. കൺസോൾട്ടേഷൻ ഫേസ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ലണ്ടൻ എന്നൊരു സെക്ഷൻ. ഓക്കെ, ലണ്ടൻ എന്നുള്ളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മാർക്കറ്റ് സൈക്കിളായിരിക്കും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം. ഈ ടൈം ഫ്രെയിം അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ടൈം ഫ്രെയിം അല്ല, ഈ ടൈമിംഗ് അനുസരിച്ച്. ഓക്കെ, ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 hour 1 hour അതല്ലേ, ഇത് ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറുകളില്ലേ, ആ ഓർഡറുകൾ SL അടിക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. ഓക്കെ, ഈ വോളിയം വരുന്ന ഈ ടൈമിലെടുക്കുന്ന ട്രേഡുകൾ കൂടുതലും നമുക്ക് പ്രോഫിറ്റ് തരുന്നതാണ്. ഓക്കെ, കൺസോൾട്ടേഷൻ ഫേസിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ ഫേസ് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ് ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞ സമയത്ത്. കൺസോൾട്ടേഷൻ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വെയിറ്റിംഗ് ആണ്. നമ്മുടെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലിരുന്ന് വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫേസാണ് ഈ പറയുന്ന പ്രീ ന്യൂയോർക്ക് ടൈം ഫ്രെയിം നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രീ ലണ്ടൻ SL തരും. ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ SL തരാൻ ചാൻസ് ഉള്ള ഒരു ടൈമിംഗ് ആണ്. ഗോൾഡിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട്